പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി. എൻ്റെ പേര് ആർദ്ര. ഞാൻ കോട്ടയം ജില്ലയിലെ മണിമല എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2024 ഡിസംബർ 14 തീയതിയാണ്. ഞാൻ +1 ശേഷം ജർമ്മൻ പഠിക്കുകയായിരുന്നു. അപ്പം ഞാൻ ജർമ്മൻ കോഴ്സിന് ശേഷം ഞാൻ സ്ലോട്ട് എടുക്കാൻ നോക്കി. സ്ലോട്ട് എടുത്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അപ്പോഴത്തേനും എനിക്ക് സ്ലോട്ട് കിട്ടി. പിന്നെ അതിനുശേഷം ഞാൻ എക്സാം എഴുതാൻ പോയി. എക്സാം എഴുതിയപ്പം വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്യാവശ്യം എഴുതാൻ സാധിച്ചിരുന്നു. അപ്പം ജയിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേനും ഞാൻ ജയിച്ചില്ല. പിന്നെ അതിനുശേഷം ഞാനിവിടെ വന്ന് മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ നിബന്ധനകളൊക്കെ പാലിച്ചു പോന്നു. അതിനുശേഷം ഞാൻ വീണ്ടും പോയി എക്സാം എഴുതി. എക്സാം എഴുതിയപ്പോഴത്തേനും എനിക്ക് വീണ്ടും റിസൾട്ട് വന്നു. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരുന്നു, പക്ഷേ എനിക്ക് എക്സാം പാസ്സാവാൻ സാധിച്ചിരുന്നില്ല. പിന്നെ അപ്പോഴത്തേനും എനിക്ക് വിഷമമായിരുന്നു. എങ്കിലും എനിക്ക് മാതാവിനൊരു വിശ്വാസം ഉണ്ടായിരുന്നു. മാതാവിനൊരു സമയമുണ്ട്, ആ തക്ക സമയത്ത് മാതാവിനെ ഉയർത്തും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നിരാശ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വീണ്ടും പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ഞാൻ വീണ്ടും പത്രപ്രവർത്തനമൊക്കെ പരിശുദ്ധ പ്രവർത്തനമൊക്കെ അതേപോലെ തന്നെ അതേ ശക്തിയിൽ ആദ്യം ഉടമ്പടി എടുത്തിരുന്ന ആ ഒരു അതേ തീക്ഷ്ണതയോടുകൂടി തന്നെ ഞാൻ പത്രം വീണ്ടും കൊടുത്തിരുന്നു. പിന്നെ അതിനുശേഷം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ഉടമ്പടി പുതുക്കാൻ വന്നപ്പം ഉടമ്പടി പുതുക്കുന്ന സെക്ഷനിലെ ഒരു സിസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ നീ ഇപ്രാവശ്യം പ്രാർത്ഥിച്ചോ, ഇപ്രാവശ്യം നീ പാസ്സാവും, മോളാണെങ്കിൽ ഇതിൻ്റെ കൂടെ വചനം കൂടെ എഴുതി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഇത് കേട്ടപ്പം എനിക്ക് മാതാവ് എന്നോട് വന്ന് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. വചനം പ്രാർത്ഥിച്ചു, ഇപ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് മാതാവായിട്ട് എനിക്ക് പറയുന്നതായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ മറ്റൊരു അനുഗ്രഹം എനിക്ക് ഇതോടൊപ്പം ലഭിച്ചത്, മാതാവിൻ്റെ രൂപം എനിക്ക് കൈകളിൽ ഏന്താനും എനിക്ക് സാധിച്ചു. അപ്പോഴത്തേനും എനിക്ക് വിശ്വാസം വന്നു, മാതാവിനെ ജർമ്മനിലേക്ക് കൊണ്ടുപോകും എന്നൊരു വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ പോയി എക്സാം എഴുതി. അപ്പം എക്സാം എഴുതാൻ പോയപ്പം ഞാൻ കാശുരൂപം കുത്തിയാണ് ഞാൻ പോയത്. അതുപോലെ തന്നെ തൈലം നെറ്റിയിൽ പൂശിയിട്ടും അതുപോലെ തന്നെ വെഞ്ചരിച്ച ഉപ്പ് അവിടെ എല്ലാം എക്സാം ഹോളിൽ വിതറിയിട്ടുമാണ് ഞാൻ എക്സാം എഴുതിയത്. അപ്പോൾ എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോഴത്തേനും എനിക്ക് പാസ്സാകാൻ സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ പ്രോസസ്സിങ്ങും വളരെ സ്മൂത്തായിട്ടാണ് നടന്നു പോയത്. എനിക്ക് വിസ കിട്ടി. അപ്പം ഞാൻ ഈ മാസം 31 തീയതി ജർമ്മനിലേക്ക് പോകുകയാണ്. അതുപോലെ തന്നെ എൻ്റെ മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത് എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയൊരു സാക്ഷ്യമാണ്. അപ്പം എനിക്ക് കാറിന് അതൊന്നും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് 2 വീലർ ഇച്ചിരി ടഫായിരുന്നു. എനിക്ക് എട്ടൊക്കെ എടുക്കാനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, പേടിയായിരുന്നു. പക്ഷേ ടെസ്റ്റിന് എനിക്ക് വളരെ എളുപ്പമായിട്ട് എടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ 2 വീലറിൻ്റെ റോഡും എനിക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെയാണെന്ന് അറിയത്തില്ല, ബാലൻസ് തെറ്റിപ്പോയി. അപ്പോഴത്തേനും ഇത് കണ്ടുകൊണ്ടിരുന്ന ഓഫീസർ പറഞ്ഞു, മോളെ നീ ഇതിന് എലിജിബിൾ അല്ല, 2 വീലർ കിട്ടത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിന് ശേഷമായിരുന്നു എൻ്റെ കാറിൻ്റെ ടെസ്റ്റിന് ഞാൻ പോയത്, റോഡ് ടെസ്റ്റിന് ഞാൻ പോയത്. അപ്പോൾ തന്നെ ഓഫീസർ എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ ഓടിച്ച് പഠിച്ചോണം കേട്ടോ, മോള് പാസ്സായി, കുഴപ്പമൊന്നുമില്ല, ഓടിച്ച് പഠിച്ചാൽ മതി, മോള് പാസ്സായി എന്ന് പറഞ്ഞു. അങ്ങനെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്തു പോരുന്നത് രോഗി സന്ദർശനം നടത്തുകയും അതുപോലെ തന്നെ എല്ലാ മാസവും അന്തേവാസികൾക്ക് പോയി പ്രായമായ ആൾക്കാർക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രമൊക്കെ കൊടുക്കുമായിരുന്നു. ഈ അനുഗ്രഹങ്ങൾക്കെല്ലാം മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. സുഭാഷിതങ്ങൾ 3:6 നിൻ്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആവട്ടെ, അവിടുന്ന് നിനക്ക് വഴി തെളിച്ചു തരും. ആർദ്ര മരിയ ടോണി എന്ന ഈ മകൾ തൻ്റെ ജർമ്മൻ ഭാഷാ പഠനവും പരീക്ഷാ വിജയത്തെയുമാണ് അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ സൂചിപ്പിക്കുന്നുണ്ട്, ആദ്യം പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ടു. ഉടമ്പടി പുതുക്കുവാൻ വന്നപ്പോൾ അവിടെ കൗൺസിലിങ്ങിൽ ഇരുന്ന സിസ്റ്ററാണ് മകളോട് പറയുന്നത്, നീ വചനമെഴുതി പ്രാർത്ഥിക്കൂ, ഇത്തവണ വിജയിക്കുമെന്ന്. ശരിക്കും അമ്മയുടെ സന്ദേശമായി തന്നെ മകളത് സ്വീകരിച്ചു. അതുപോലെ തന്നെ വചനത്തെ കൂടുതൽ അറിഞ്ഞ് സ്നേഹിക്കുവാനും അത് കൂടുതൽ എഴുതി ഹൃദയസ്ഥമാക്കുവാനും മകളുടെ പരിശ്രമം നടത്തിയതാണ് മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് ഉടമ്പടിയിൽ എപ്പോഴും ഒരു അനുസരണത്തിൻ്റെ തലമുണ്ട്. അത് നമ്മുടെ ഉടമ്പടിയുടെ ചെറിയ കാര്യങ്ങളാവാം. ആ ചെറിയ കാര്യങ്ങളോട് നാം പുലർത്തുന്ന വലിയ വിശ്വസ്തത, അത് നമ്മുടെ വലിയ വിഷയങ്ങളെ അത് നിസ്സാരമായി അമ്മ മാതാവ് നമുക്ക് മാറ്റിത്തരുന്നതും ജീവിതം സുഗമമായി മുന്നോട്ട് പോകുന്നതും കാണുവാനാവും. ജർമ്മൻ ഭാഷാ പരീക്ഷ വിജയിക്കുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല.
മക്കൾ 3, 6, 1 വർഷവും 2 വർഷവും ഒക്കെ ഇങ്ങനെ കാത്ത് കഷ്ടപ്പെടുന്ന ഒരു മേഖല തന്നെയാണ്. എങ്കിലും ചിലപ്പോൾ നമ്മളിത് തിരിച്ചറിയും. നമ്മുടെ കഴിവിനപ്പുറം, നമുക്ക് അറിയാം എന്ന് കരുതുന്നതിനപ്പുറം, ഒരിക്കലും നമുക്ക് ജയിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്ന ഇടങ്ങളിൽ അമ്മ മാതാവ് നിസ്സാരമായി നമുക്ക് ഉത്തരങ്ങൾ പറയുവാൻ, നിസ്സാരമായ ചോദ്യങ്ങൾ നൽകുവാൻ, നാം സംസാരിക്കുന്നതിൻ്റെ കുറവുകൾ പോലും പരിഗണിക്കാതെ വിജയം നൽകുവാൻ സാഹചര്യങ്ങളെ ഒരുക്കി തരുന്നത്. ഉടമ്പടി ജീവിതത്തെ നമുക്ക് എളുപ്പമാക്കി തരുന്നു, ആയാസം കുറച്ചു തരുന്നു. നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥ കൂടെയുണ്ടെന്ന്, നമുക്ക് വേണ്ടി പരീക്ഷാ സമയങ്ങളിൽ കാതിൽ മന്ത്രിക്കുന്നത് പോലെ ഉത്തരങ്ങൾ നമുക്ക് പറഞ്ഞു നൽകി നമ്മുടെ ജീവിതത്തെ നേർവഴിക്ക് കൊണ്ടുപോകുവാൻ നമുക്കൊരു ശക്തമായ സാന്നിധ്യം കൂടെയുണ്ടെന്ന് എപ്പോഴും നമുക്ക് ഉറപ്പ് നൽകിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് മക്കൾ ഈ ഉടമ്പടി സാക്ഷ്യത്തിൽ എപ്പോഴും ആവർത്തിച്ച് പറയുക, എൻ്റെ പരീക്ഷകൾ ഏറെ തവണ പരാജയപ്പെട്ടുവെങ്കിലും അമ്മയിൽ ആശ്രയിച്ച് എൻ്റെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി വിശുദ്ധിയോടെ ഞാൻ വ്യാപരിച്ചുകൊണ്ട് എൻ്റെ അമ്മയുടെ സംരക്ഷണയിൽ ഉടമ്പടി നന്നായി ജീവിച്ചുകൊണ്ട് ഞാൻ പരീക്ഷയ്ക്ക് വേണ്ടി പോകുമ്പോൾ, ഒരുപക്ഷെ അതിനു മുമ്പ് എഴുതിയ പരീക്ഷകളിലും എനിക്കേറെ ക്ലേശകരമായി ആ നിമിഷങ്ങളിൽ അനുഭവപ്പെട്ടുവെങ്കിലും എനിക്കതിന് വിജയമാക്കി അമ്മ മാതാവ് മാറ്റിത്തന്നുവെന്ന്. ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യവും മകൾക്ക് പിഴവുകളുണ്ടായി, അത് മകൾക്ക് വേണമെങ്കിൽ ലൈസൻസ് നിഷേധിക്കുവാൻ കാരണവുമാകാമായിരുന്നു. എന്നാൽ കാരുണ്യത്തോടു കൂടി അത് പഠിച്ചാൽ മതി എന്ന ഒരു മനസ്സ്, സ്നേഹത്തിൻ്റെയും ഒരു സൗമനസ്യത്തിൻ്റെയും മനസ്സ് കാട്ടിക്കൊണ്ട് മകൾക്കത് അനുവദിച്ചു കൊടുക്കുമ്പോഴും അമ്മയുടെ കരം പിടിച്ച് ഏതൊരു പ്രവൃത്തിയിലേക്ക് പോകുമ്പോഴും നമുക്ക് വേണ്ടി അമ്മ വാതിലുകൾ തുറക്കുകയും ജീവിതം കൂടുതൽ എളുപ്പമാക്കി തരികയും ചെയ്യുന്നതിൻ്റെ സന്തോഷം, സംരക്ഷണമാണ് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഈ മകൾക്ക് ലഭിച്ച വിസയ്ക്കും പഠനത്തിലുള്ള വിജയത്തിനും ലൈസൻസിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ക്രമീകരിക്കുവാനും ഉടമ്പടി എന്താണോ നമ്മൾ ഇന്ന് ആവശ്യപ്പെടുന്നത് അതുപോലെ ജീവിക്കുവാനും നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്കരടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.